തെലങ്കാനയിലെ ഹൈദരാബാദ് സിറ്റിയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള രാമോജി ഫിലിം സിറ്റിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇത് കടന്നു കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മൾ വാഹനത്തിലാണ് സഞ്ചരിക്കുക. കാര്യം വെച്ചാൽ ഏകദേശം 1700ഓളം ഏക്കറുകളുണ്ട് ഈ രാമോജി ഫിലിം സിറ്റിയിൽ. കണ്ടു തീർക്കുവാനായിട്ട് നമുക്ക് ശരിക്കും ബസ് തന്നെയാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. കാര്യം ബസ്സിൽ തന്നെ സഞ്ചരിച്ച് കണ്ടു തീരുവാനായിട്ട് 1-2 ദിവസങ്ങൾക്ക് മേൽ പിടിക്കും കംപ്ലീറ്റ് കാണുവാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് പല മോഡൽ ബസ്സുകളുണ്ട്, ഓപ്പൺ ബസ്സുകളുണ്ട്, കവേർഡ് ആയിട്ടുള്ള ബസ്സുകളുണ്ട്, AC ബസ്സുകളുണ്ട്, അങ്ങനെ പല ബസ്സുകളുണ്ട്. നമ്മൾ ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് വരുന്നത് 1475 രൂപയാണ്. അപ്പോൾ അതിൽ ഈ ബസ്സിൽ ആണ് കൂടുതലും സഞ്ചരിക്കേണ്ടി വരിക. കാര്യം ഓരോ കാണേണ്ട സ്ഥലങ്ങളിലും ബസ്സിൽ കൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. 10-15 അല്ലെങ്കിൽ അരമണിക്കൂറിന് മേലൊക്കെ എടുത്ത് കണ്ട് തിരിച്ചു വരുമ്പോൾ 10 മിനിറ്റ് ഇടവിട്ട് എപ്പോഴും ബസ് സർവീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത സ്ഥലത്തിലേക്ക് ആ ബസ്സിൽ കയറി പോവാം. അങ്ങനെയാണ് ഇതിവിടെ കാണാൻ സാധിക്കുക. എന്തായാലും നമുക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നുന്ന ഒരു വളരെ വലിയൊരു ദൃശ്യവിസ്മയം തന്നെയാണ് രാമോജി ഫിലിം സിറ്റി നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. കാര്യം വെച്ചാൽ ഓരോ ഫിലിമിൻ്റെയും സെറ്റിങ്സൊക്കെ അവർ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തന്നെ അത്ഭുതം തോന്നിപ്പോകും. ആ ഓരോ സെറ്റിങ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല വെല്ലായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ജയിലിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇത് വിശാഖപട്ടണത്തെ ഒരു ജയിലിൻ്റെ അതേപോലെ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ജയിൽ വാർഡന്മാരും ഒക്കെ നിൽക്കുന്നതാണ് ആ സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ ജയിലിലെ ആ ഒരു സെറ്റപ്പ് ജയിൽ പുള്ളികളെ ഉൾപ്പെടെ അതിനകത്ത് അവർ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ ജയിൽ പുള്ളികൾ തന്നെ ആണോ എന്ന്, ജീവനുള്ള ജയിൽ പുള്ളികൾ തന്നെയാണോ എന്ന് സംശയം തോന്നിപ്പോകും. ആ രീതിയിലാണ് അതിൻ്റെ സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നല്ലൊരു ഒറിജിനാലിറ്റി തോന്നത്തക്ക രീതിയിൽ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജയിൽ പുള്ളികൾക്ക് ശിക്ഷ കൊടുക്കുന്നതാണ്, സ്റ്റീമിലിട്ടൊക്കെ ശിക്ഷിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. CD മ്യൂസിയത്തിലൊക്കെ കാണിക്കുന്ന ജയിൽ ഇത് തന്നെയാണ്. ഒട്ടേറെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ജയിലുകൾ ഇത് തന്നെയായിരിക്കും. വളരെ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ആ രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഏകദേശം 47ലധികം തിയേറ്ററുകളുണ്ട്. അതിൽ പല സെറ്റിങ്സ് പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്നാലും വളരെ നല്ല രീതിയിൽ ഈ തിയേറ്ററുകളൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കാര്യം ഈ ഒരു രാമോജി ഫിലിം സിറ്റിയുടെ ഉള്ളിൽ തന്നെ അതിൻ്റെയൊക്കെ ആ തിയേറ്ററിൻ്റെയൊക്കെ വലിപ്പം ഒന്ന് കണ്ടു നോക്കുക. എന്ത് വലിയ തിയേറ്ററുകളാണ്. അടുത്ത ബസ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസിൻ്റെ അഡ്വഞ്ചർ പാർക്കാണ്. ശരിക്കും അവിടെ നമ്മൾ ഇറങ്ങുന്നില്ല. അത് ഒരു ദിവസത്തിന് മേലെ ആ അഡ്വഞ്ചർ പാർക്കിൽ തന്നെ കാണുവാനുണ്ട്. അത്രയ്ക്ക് വലിയൊരു അഡ്വഞ്ചർ പാർക്ക് തന്നെയാണ് കുട്ടികളുടേത്. കുട്ടികളുടെ അഡ്വഞ്ചർ പാർക്ക് മാത്രം കരുതി വരുന്നവർക്ക് ഇവിടെ ഒരു ദിവസം കാണുവാനുള്ള ഇതുണ്ട് അതിനകത്ത്. ഇവിടെ നിന്ന് പിന്നെ അടുത്ത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനി ശരിക്കും ഇവിടെ സൈഡിൽ നമുക്ക് കാണാം ബാഹുബലിയിലെ ആ കപ്പലുകളാണ് കാണുന്നത്. അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ബാഹുബലി ഈ രാമോജി ഫിലിം സിറ്റിയിൽ തന്നെ ഏറ്റവും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയയാണ് നമ്മുടെ ബാഹുബലിയുടെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ബാഹുബലിയുടെ സെറ്റിങ്സ് ഇട്ടിരിക്കുന്ന ആ ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു എൻട്രൻസിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാം. അതിൻ്റെ പുറത്തുള്ള പല ഭാഗങ്ങളും ഇപ്പോൾ നശിഞ്ഞു പോയിട്ടുണ്ട്. അവർ മാക്സിമം അത് പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ എൻട്രൻസിൽ തന്നെ സൈഡിൽ നമുക്ക് കാണാം ബാഹുബലിയിലെ ദൃശ്യവൽക്കരണമാണ് ആ കാണുന്നത് പല സീനിൻ്റെയൊക്കെ. എൻട്രൻസ് ആണിത്. ഇതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു സെറ്റിങ്സൊക്കെ ഇട്ടിരിക്കുന്നത് അല്ലേ. കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ആ ഒരു സിനിമയിൽ അതേ സെയിം അനുഭവം തന്നെയാണ് നമുക്കിവിടെ നേരിട്ട് കാണാൻ സാധിക്കുന്നത്.
വളരെ വെല്ലായിട്ട് തന്നെ അവർ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഗൾഫിൽ നിന്ന് തോന്നിപ്പോകും. അടുത്ത ഇതിൽ കാണുന്നത് ഇത് നമ്മുടെ പുരാണ ഇതിഹാസത്തിലെ മന്ത്രിസഭയുടെ ഉൾവശമാണ് ഈ കാണുന്നത്. അതിമനോഹരമായി അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഭംഗിയായിട്ടാണത് അതിൻ്റെ ഉൾവശമൊക്കെ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. നോക്കുക, വളരെ മനോഹരമായിട്ടുണ്ട്. പല സിനിമയിലും രാമായണത്തിലും മഹാഭാരതത്തിൻ്റെ ഒക്കെ സീരിയലിലൊക്കെ വരെ ഈ ഒരു സെറ്റിങ്സ് എടുത്തിട്ടുണ്ടാവും. गर्मी में तो है ഈ നമ്മൾ കൂടുതൽ വീഡിയോ ആയി കഴിഞ്ഞാൽ നമുക്ക് അവസാനം നടഞ്ഞത് കട്ട് ചെയ്ത് മാറ്റാനോ അതിനകത്തേക്ക് വരില്ല. എന്താ ഒരു വടിയെടുത്ത് ഒരു അടി അടിക്കും, ഒരു അടി അത് ബാബു അല്ല. ബാക്കി എല്ലാവർക്കും तो वीडियो बनावा यार, मोनेटाइज हो जाए यार।
नोटिफिकेशन बैठ गया। ഇതിങ്ങനെ തീറ്റ കൊടുത്തിട്ടാണ് ഈ കിടക്കണ കാണുന്നത് കംപ്ലീറ്റ്. അവിടെ കരവിന്റെ ഫോട്ടോ ആണോ? ഇത് ക്രിവാലു കേവ് എന്ന് പറഞ്ഞിട്ട് കരിങ്കല്ലിൽ തന്നെ വെട്ടിത്തീർത്ത വലിയൊരു ഗുഹയാണ്. ഇത് വളരെ നല്ല ഒരു അനുഭവം തന്നെയാണ് ഈ ഗുഹയുടെ ഉള്ളിൽ. ഞാൻ കുടിക്കട്ടെ, എനിക്ക് വയ്യ, ഐ ആം വെരി ടയേർഡ്. ഇനി നമ്മൾ ശരിക്കും ഒരു ബോൺസായി ഇനത്തിൽപ്പെട്ട വെറൈറ്റി സസ്യങ്ങളുടെ ഒരു അത്ഭുത ലോകത്തേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഒട്ടേറെ വെറൈറ്റികൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താ ഭംഗി എന്ന് നോക്കി ഓരോ മരങ്ങളുടെയും ആ ഒരു ബോൺസായി രൂപം. നമ്മുടെ ടീം അംഗങ്ങളെല്ലാം ഫോട്ടോയ്ക്ക് വേണ്ടി നിരന്ന് പോസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പച്ചനും അമ്മച്ചിയാണ് ആദ്യം കാണുന്നത്, ഹെലൻ.
ഞാനമ്മ ചേച്ചി, ജോയി ചേട്ടൻ, ഔസേപ്പച്ചനങ്ങൾ, ജെസ്സി ആൻറ്റി, വിജി, കുഞ്ഞാറ്റ, ഹാർവി, മേഴ്സി ആൻറ്റി, ദേവസി കുഞ്ഞങ്ങൾ, നമ്മുടെ മറ്റു ടീമുകൾ പലതും പല സ്ഥലത്തായി പോയി. ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ കുറച്ചംഗങ്ങളിങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്ന കാരണമാണ് ഇവർ കൂടുതലായിട്ടും വീഡിയോയിൽ കാണുന്നത്. എന്തായാലും വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു ശരിക്കും. രാമോജി ഫിലിം സിറ്റിയിലെ ആ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല അനുഭവങ്ങളാണ് ഈ ഒരു ട്രിപ്പ് കൊണ്ട് നമുക്ക് കിട്ടിയത്. അടുത്തായിട്ട് നമ്മൾ കടന്ന് ഇരിക്കുന്നത് ഒരു ജപ്പാനീസ് ഗാർഡനിലേക്കാണ്. ജപ്പാൻ, ചൈന മുതലായ രാജ്യങ്ങളിലെ ആ ഒരു സെറ്റപ്പൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു രാജ്യത്ത് ചെന്ന ഒരു അനുഭൂതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്നത്. വല്ലാത്തൊരു സെറ്റപ്പ് തന്നെയാണ്. കാര്യം വെച്ചാൽ ഓരോ രാജ്യത്തിൻ്റെയും ആ ഒരു സെറ്റപ്പ് അവർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ആ ഒരു രാജ്യത്ത് ചെല്ലുമ്പോഴുള്ള അനുഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് എല്ലാ കാര്യത്തിലും. അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ആ ജപ്പാനീസ് ഗാർഡനുള്ളിൽ ചെറിയൊരു ഔട്ട് ഹൗസിൻ്റെ അവിടെ ഒരു ഫോട്ടോഷോപ്പ് നടത്തിയതാണ് ഞങ്ങൾ എല്ലാവരും കൂടി. മഴ അതിനിടക്ക് വില്ലനായിട്ട് വന്നു. ഏകദേശം ഒരു 3:30 സമയമായപ്പോഴാണ് മഴ വന്നത്. മഴ വന്നപ്പോൾ അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ എല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. അല്ലായിരുന്നെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ നിൽക്കുന്ന ആ സ്ഥലത്ത് ഇവിടെ ഒരു ചെറിയൊരു ഡാൻസിൻ്റെ ചെറിയൊരു സെറ്റപ്പ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും അത് കാരണം സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ആ ഒരു സമയത്ത് ഡാൻസിങ് ഫ്ലോറിൻ്റെ ചുറ്റുവട്ടത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഹായ് പറയുന്നതാണ്. അപ്പച്ചനെയും അമ്മച്ചനെയൊക്കെ നിർത്തി ചെറിയൊരു ഫോട്ടോഷൂട്ട്. ദേവസുഖ ഞങ്ങൾ, മേഴ്സി ആൻറ്റി, അപ്പച്ചനങ്ങൾ, ജെസ്സി ആൻറ്റി, അതുപോലെ തന്നെ നമ്മുടെ ജോൺസൺ ചേട്ടനും ഞാനമ്മ ചേച്ചിയും
നമ്മുടെ പയ്യൻ ജോതൻ 10 തലയുള്ള രാവണൻ്റെ ഒരു തല ജോതനാക്കി. നമ്മുടെ ജിതി വേറെ ലെവലാണ്. അതുപോലെ തന്നെ SH ഗ്രൂപ്പ് അംഗങ്ങളെല്ലാവരും കൂടി എന്നുള്ളൊരു ഫോട്ടോഷൂട്ടാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ താജ്മഹലിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഇതിനുള്ളിൽ വളരെ അത്ഭുതം തോന്നിയ ഒരു സെറ്റപ്പാണിത്. ഇതൊക്കെ നമ്മളൊരു ചെറിയ വണ്ടിയുടെ അകത്ത് കയറ്റിക്കൊണ്ട് ഒന്ന് ആ ഒരു ചെറിയൊരു ഗുഹ പോലത്തെ സ്ഥലമാണ്. അതിനകത്തുള്ളിൽ കൂടി നമ്മൾ കവർ ചെയ്ത് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. വളരെ അടിപൊളിയാണ്. दादाजी मेरी दूसरी इच्छा भी पूरी कर दो ना। त्रिशा से शादी करना चाहता हूँ।
അടുത്തായി ലാസ്റ്റായിട്ട് നമ്മളിനി ഒരു 5:30 ഒരു ഷോ ഉണ്ട് ഇവിടെ, ഒരു സ്റ്റണ്ട് ഷോ ആണ്. അതോടുകൂടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം തീർന്നു. ആ ഷോയിൽ കാണാനായിട്ട് ഒരു തിയേറ്റർ പോലത്തെ ഒരു സ്ഥലമാണ്, അതിനകത്തേക്ക് നമ്മൾ കയറുകയാണ്. നമുക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിലേക്കുള്ള സ്റ്റണ്ടുകളാണ്.
പലതും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കുറേ തിയേറ്റർ ഷോകളുണ്ട്, അത് പലതും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ സ്പേസിലേക്കുള്ള ഒരു യാത്രയുണ്ട്, അതും നമ്മൾ ഒഴിവാക്കിയായിരുന്നു, ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയും നമുക്കുണ്ട്. നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.